കൂട്ടുകാരില്ലാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടോ? ചങ്ങാതിമാരൊന്നും ഇല്ലാത്ത ഒരൊറ്റത്തടിയായിട്ട് ജീവിക്കുന്ന ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടോ? ഇല്ലല്ലോ. എല്ലാവരും കൂട്ടുകാരുള്ള ആൾക്കാരാണ് അല്ലെ? എന്നാ കൂട്ടുകാരിൽ ഒരു സത്യമുണ്ട്. നമ്മുടെ 4-5 കൂട്ടുകാരെടുക്കാൻ, നമ്മുടെ 4-5 കൂട്ടുകാരെടുത്തു കഴിഞ്ഞാൽ അവരുടെ 60% സ്വഭാവമായിരിക്കും നമ്മൾക്കുണ്ടാകുക. അവരുടെ 60% നോക്കിയാൽ മതി. നമ്മൾ ഏറ്റവും ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു 4-5 കൂട്ടുകാരെടുത്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ കൂട്ടുകാരിലുള്ള സ്വഭാവത്തിന്റെ 60%, 70% സ്വഭാവം എന്നിലുണ്ടാവും. ബാക്കി 30 എന്റെ വ്യക്തിപരമായ സ്വഭാവം ഉണ്ടാവുള്ളൂ. അങ്ങനെ കണക്ക്. നിക്കാഹിനൊക്കെ വരുമ്പോ, കല്യാണത്തിന് നിക്കാഹിന് വരൂല പുതിയാപ്പിള വരുമ്പോ പുതിയാപ്പിളിനെ നോക്കിയാൽ മതി. നല്ല ഈമാന, 18-ാം രാവ് തൊപ്പി ധരിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ വെള്ള ടവൽ ധരിച്ചിട്ടുണ്ടാകും, അതല്ലെങ്കിൽ നല്ല കൂർത്തിട്ടിട്ടുണ്ടാകും. വരുമ്പോ തന്നെ നല്ല 14-ാം രാവിന്റെ വിളിക്ക് ചിരിച്ചു വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് ഉസ്താദിന്റെ കൈ പിടിക്കും. കാരണവന്മാരെ കൈ പിടിക്കും. എല്ലാവരും കൈ ഇങ്ങനെ പിടിച്ചെടുക്കുന്ന ഇരിക്കുമ്പോ നമ്മൾ കരുതും പഠിച്ചനെ ഈമാനിന്റെ പരിപൂർണ രൂപം മുസ്ഹഫിലെ യാസീൻ സൂറത്താണ് ഈ പുതിയാപ്പിള. കൂടുള്ള ചങ്ങാതിമാരുണ്ടാകും. പിന്നെ തേങ്ങാപ്പൂള് കടിച്ച എലിണ്ടല്ലോ ഓടുന്നു, ഇതേപോലെ ഒരുത്തൻ അങ്ങോട്ടും മുടി, മറ്റോന്റെ മുടി ഇങ്ങോട്ട്, മറ്റോന്റെ താടി ഇങ്ങനെ, പിന്നെ എല്ലുണ്ടാകും. ആ ഒരു കൂട്ടുകാരുടെ അവസ്ഥ, ആ ഒരു മുഖം നോക്കിയാൽ മനസ്സിലാക്കാം ഇനി പുതിയാപ്പിള എത്ര സോപ്പിട്ട് വിളിച്ചു വന്നിട്ടുണ്ടായാലും വേണ്ടിയില്ല. കൂടുള്ള ചങ്ങാതിമാരെ ഇരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും പുതിയാപ്പിളിന്റെ ക്വാളിറ്റി എന്താണ്. ഇതാണ് നമ്മുടെ എല്ലാം അവസ്ഥകൾ. അപ്പൊ കൂട്ടുകാർ എന്ന് പറഞ്ഞത് നമുക്കെല്ലാം അത്യാവശ്യം, നമുക്കെല്ലാവർക്കും വേണം കൂട്ടുകാർ. പക്ഷെ കൂട്ടുകാര് നമ്മൾ നാട്ടിലെത്തി കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി കഴിയുമ്പോ വിളിക്കലാരെയാണ്? കൂട്ടുകാരെയാണ്. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വിളിക്കൽ കൂട്ടുകാരെയാണ്. എല്ലാത്തിനും നമുക്ക് കൂട്ടുകാർ ആവശ്യമാണ്. ഏത് കല്യാണം ഉണ്ടാവട്ടെ, കാലത്തുണ്ടാവട്ടെ. പക്ഷെ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം, കൂട്ടുകാരെല്ലാം ഏതുവരെ വീടിന്റെ പടിവാതിൽ വരെ. അത് മാത്രമേ സൗഹൃദങ്ങൾക്ക് വില കൽപ്പിക്കാൻ പാടുള്ളൂ. ചില ആളുകൾ അമിത വിശ്വാസം, എന്റെ പിറക്കാത്ത പോയ എന്റെ ഉമ്മാന്റെ മകനാണ്, എന്റെ കൂടപ്പിറപ്പാണ്, ഞങ്ങൾ ചങ്കാണ്, ബ്രോയാണെന്ന് പറഞ്ഞ് 4 ഇംഗ്ലീഷ് പേരിട്ടുമുണ്ട്. അമിത സ്വാതന്ത്ര്യം കൊടുക്കുന്ന ആളുകളുണ്ട്. വീട്ടിന്റെ അടുക്കളയിൽ വരെ കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യം. ഒരിക്കലും ആ അന്ധമായ സ്വാതന്ത്ര്യം, സൗഹൃദമൊന്നും നമുക്കൊരിക്കലും ഭൂഷണമല്ല. ഒരിക്കലും യോജിക്കാൻ പാടില്ല. അതിന് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. അനുവദിച്ചു കൊടുത്ത ആളുകൾ പിന്നീട് ഖേദിച്ചിട്ടേ ഉള്ളൂ. എന്താ ഉസ്താദേ, നിങ്ങൾ ലോകം തിരിയാത്ത ഒരാളായി പോയല്ലോ എന്ന് ചിലപ്പോ നിങ്ങൾ കരുതുന്നുണ്ടാവും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്റെ സഹൃദന്മാരെ, നമ്മുടെ എല്ലാം കൂട്ടും കുടുംബം ആരായിക്കോട്ടെ, കുടുംബത്തിലുള്ള ആളുകളാണെങ്കിലും പടിവാതിൽ വീടിന്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോ അതിനെല്ലാം ചില നിബന്ധനകൾ ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളൊരു അന്യ വീട്ടിൽ പോയി കഴിഞ്ഞാൽ, വാതിൽ മുട്ടി കഴിഞ്ഞാൽ വാതിലിന്റെ നേരെ നിൽക്കാൻ പാടില്ല. അതായത് ഇസ്ലാമിക നിയമം, വാതിലിന്റെ നേരെ നിൽക്കാൻ പാടില്ല. കാരണം വാതിൽ തുറക്കുമ്പോ ചിലപ്പോ കാണാൻ പാടില്ലാത്തവരെ കാണും, ചിലപ്പോ കാണാൻ പാടില്ലാത്ത രൂപത്തിൽ കാണും. വീട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈവസിയാണ്. എന്റെയും എന്റെ കുടുംബത്തിന്റെയും എന്റെ മാതാപിതാ സഹോദരി സഹോദരന്മാരുടെ നമ്മുടെ പ്രൈവസിയാണ് നമ്മുടെ വീട്. അതിന്റെ ഉള്ളിൽ ചിലപ്പോ നമ്മൾ യഥാർത്ഥത്തിൽ അമൃത മറച്ചിട്ടായിരിക്കൂല. നമ്മുടെ ഉമ്മ തലയിൽ തട്ടിട്ടുണ്ടാകൂല, സഹോദരി ചിലപ്പോ തലയിൽ തട്ടിട്ടുണ്ടാകൂല. കാരണം അവിടെ വീട്ടിന്റെ ഉള്ളിൽ വപ്പയാണ്, ഉമ്മയാണ്, സഹോദരി സഹോദര ഭർത്താക്കന്മാരാണ്. ആ നിലക്കാട് വീട്ടിന്റെ ഉള്ളിലുള്ള പെരുമാറ്റം. അപ്പൊ ആരെങ്കിലും വന്നിട്ട് വാതിലങ്ങ് കൊട്ടി തുറന്നു നോക്കുമ്പോ ചിലപ്പോ ആ ഒരു അവസ്ഥയിലായിരിക്കും ഉണ്ടാകുക. അതുകൊണ്ട് ആ വാതിലിന്റെ നേരെ നിൽക്കാൻ പാടില്ല. ഒരു വീട്ടിലേക്ക് പോകുമ്പോ ജനലിന്റെ ഉള്ളിലൂടെ ഏന്തി നോക്കാൻ പാടി നോക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഇസ്ലാം ഇതൊക്കെ എതിർക്കുന്നുണ്ട്. കാരണം വീട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈവസിയാണ്, നമ്മളുടേതായ ലോകമാണ്. അതിന്റെ ഉള്ളിൽ ഒരു പരിധിക്കപ്പുറം നമ്മൾ സ്വാതന്ത്ര്യം, നമ്മുടെ കൂട്ടുകാരാവട്ടെ ഏത് പേരിട്ട് വിളിച്ചാലും വേണ്ടിയില്ല, അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഖേദിക്കും. നമ്മുടെ കേരളത്തിലാ +2 പഠിക്കുന്ന മകന്റെ കൂട്ടുകാരന്റെ കൂടെ ഒളിച്ചോടിയത് കേരളത്തിലാണ്. ആലോചിച്ചോണം. +2 പഠിക്കുന്ന മകന്റെ കൂട്ടുകാരൻ ഇടയ്ക്കിടക്കിടക്ക് ഇവിടെ വീട് സന്ദർശിക്കും. അവസാനം കൂട്ടുകാരന്റെ അമ്മ ഇവന്റെ കൂടെ ഒളിച്ചുകൂടി. 17 വയസ്സായ ചക്കന്റെ കൂടെ 40 വയസ്സായ മുത്തിയമ്മയുടെ ഒളിച്ചുകൂടുന്നത്. ഇതൊക്കെ നമ്മൾക്ക് കേൾക്കുമ്പോൾ അത് അവിടെ അല്ല ഇവിടെ. ഇതൊക്കെ നാളെ നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ സംഭവിക്കുമ്പോഴാണ് നമ്മൾക്ക് ഇതിന്റെ പ്രശ്നം മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് കൂട്ടാവട്ടെ, നമ്മുടെ കുടുംബാവട്ടെ, ഇതിന്റെയൊക്കെ അതിന്റെ അർത്ഥം, ഇതിന്റെ വ്യാപ്തി എത്രയെന്ന് മനസ്സിലാക്കണമെങ്കിൽ സൈക്കോളജിസ്റ്റിന്റെ ഡോക്ടർമാരുണ്ട്, അവരോട് ചോദിച്ചാൽ മതി. അവരെ കയ്യിൽ എന്നും ഇതേപോലെ 100 കൂട്ടം കേസ് വീട്ടിന്റെ ഉള്ളിൽ. ഇന്ന് നമ്മൾ കേട്ടിട്ടുണ്ടോ,
മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 60-70% കുട്ടികളും ഇന്ന് അവർ ലൈംഗികപരമായിട്ട് എന്തെങ്കിലും ഒരു നിലയ്ക്ക് തൊടലോ ചുമക്കലോ പടയലോ തലോടലോ ഇതിനെല്ലാം വിധേയപ്പെടുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം വിധേയപ്പെടുന്നത് ഒറ്റ കുടുംബത്തിന്റെ കയ്യിൽ നിന്നാണ്. നമ്മൾ വിശ്വസിക്കുന്ന കുടുംബത്തിന്റെ കയ്യിൽ നിന്നാണ്. ഡോക്ടർമാരോട് ചോദിച്ചാൽ മതി. പ്രായപൂർത്തിയായതിന്റെ ശേഷമുള്ള സഹോദരിമാർ ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അന്ധമായിട്ട് കാണുന്ന ചില കൂട്ടുകാരുടെ കയ്യിൽ നിന്നാണ്. അതുകൊണ്ട് എത്ര തന്നെ അടുത്ത ബന്ധമുള്ള കൂട്ടുകാരനാണെങ്കിലും, എങ്ങനെ തോളിൽ കൈയിട്ട് നടക്കുന്ന കൂട്ടുകാരനാണെങ്കിലും, വീടിന്റെ തായേര വരെ പടിവാതിൽ വരെ അതുവരെ മതി. അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് വാതിലടച്ച് കളയണം. അതിന്റെ ഉള്ളിലേക്ക് എങ്ങോട്ടും ഓടി വന്ന് കയറി വരുന്ന, കയറി അടുക്കളയിലേക്ക് ഓടി ചെല്ലുന്ന ആ ഒരു പ്രവണത ഒരിക്കലും ആരായാലും നമ്മളെ കൊണ്ട് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. സൗഹൃദം എന്ന് പറയുന്നത് ഇസ്ലാമികപരമായിരിക്കണം, നമുക്ക് ഉപകാരത്തിനാകണം. ഉപകാരം അവസാനം ഉപദ്രവമായിട്ട് ഒരിക്കലും മാറാൻ പാടില്ല. അതിനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കാനും പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാക്കുമാറാവട്ടെ. അതുപോലെ നമ്മുടെ ഇന്നത്തേതായ